friends, welcome back to my channel. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബീഫ് പെപ്പർ റോസ്റ്റ് ആണ്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ബീഫ് പെപ്പർ റോസ്റ്റ് തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 500 ഗ്രാം ബീഫ് എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് കഴുകി വെള്ളമൊക്കെ ഒന്ന് വാർന്ന് പോയിട്ടാണ് ഇപ്പോൾ ഞാൻ കുക്കറിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ചേർത്തിട്ട് നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കുരുമുളക് പൊടി കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഞാനതിലേക്ക് ഇപ്പോൾ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പോടെ ചേർത്ത് കൊടുക്കാം. ഈ ബീഫിലേക്ക് മാത്രമുള്ള ഉപ്പാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് മസാല തയ്യാറാക്കുമ്പോൾ അതിലേക്കുള്ള ഉപ്പ് നമുക്ക് അപ്പോൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ബീഫിലേക്ക് മാത്രമായിട്ടുള്ള കുറച്ച് ഉപ്പ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമല്ല. നമ്മൾ ഈ ബീഫ് ചെയ്യുന്ന സമയത്തും അതിൽ നിന്നും വെള്ളം ഇറങ്ങിയിട്ട് വരും. അപ്പോൾ എനിക്ക് ഈ കുക്കർ ഒരു 8 വിസിൽ വന്നാലേ ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഓരോ കുക്കറും ഓരോ വിധത്തിലാവും. അപ്പോൾ അതിനനുസരിച്ചും ബീഫിൻ്റെ അളവിനനുസരിച്ചൊക്കെ നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നീട് ബീഫ് വേവ് അതിന് ശേഷം അതിൽ വെള്ളം കുറച്ചുകൂടെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെയൊക്കെ നമുക്ക് വറ്റിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 8 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഞാനവിടെ വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടാം. പിന്നെ ഒരു തക്കാളിയുടെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 വെളുത്തുള്ളി അല്ലി, അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണ് ഇതിലേക്ക് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ചെറിയ ഉള്ളിയുടെ എണ്ണ നമുക്ക് വേണമെങ്കിൽ ഇതിലും കൂട്ടാം. അപ്പോൾ ചെറിയ ഉള്ളിയുടെ എണ്ണ അനുസരിച്ച് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ബീഫിൻ്റെ ടേസ്റ്റും കൂടും. ഇനി ഇതൊക്കെ ഒന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വൃത്തിയായിട്ടൊന്ന് അരിഞ്ഞിട്ടെടുക്കാം. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഞാനിതുപോലെ ഒന്ന് ചതച്ചിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ മൺചട്ടിയിലാണ് മസാല റെഡിയാക്കി എടുക്കുന്നത്. മൺചട്ടി ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്കൊരു 2 ടീസ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉലുവയൊന്ന് ചൂടായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഇപ്പോൾ ഞാനൊന്ന് അരിയാണ് ഇതുപോലെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നതാവും കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് ആയിട്ടുണ്ടാകുന്നത്. ഇനി ഇതൊന്ന് ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. ഇനി ചെറിയുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള ഒന്ന് പെട്ടെന്ന് വഴഞ്ഞു വരാനായിട്ട് ആവശ്യത്തിന് ഉപ്പോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് തന്നെ ഉള്ളി ഒന്ന് വഴറ്റിയിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു പച്ചമുളക് ഒന്ന് നട കയറിയിട്ടുള്ളതോടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് 2-3 ഒക്കെ ഇട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് മുളക് പൊടിയും അതുപോലെ കുരുമുളകൊക്കെ ചേർക്കുന്നുണ്ട്. ബീഫ് വേവിച്ചപ്പോൾ അതിലേക്ക് വേറെ കുരുമുളക് നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഉള്ളിയും ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കുക. ഇപ്പോൾ ഏകദേശമൊക്കെ ചെറിയ ഉള്ളിയും അതുപോലെ സവാളയൊക്കെ ഒന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്തിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചിയാണ് ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക.
ഇപ്പോൾ സവാള എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് തന്നെ തക്കാളിയുടെ ഒന്ന് വഴറ്റിയിട്ടെടുക്കുക. ഇപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്കിതിലേക്ക് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഓരോ മസാലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് എരിവായിട്ട് വരും. നമ്മൾ കുരുമുളകും അതുപോലെ മുളക് പൊടി എല്ലാം പാടെ ചേർക്കുമ്പോൾ തന്നെ ഒരുപാട് എരിവാകും. അപ്പോൾ നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല എരിവിൽ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂണോ 1/2 ടീസ്പൂണൊക്കെ കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടിത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. ഈ മസാലകളെല്ലാം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിം ആക്കിയിട്ട് വെക്കുക. അല്ലെങ്കിൽ മസാലകളെല്ലാം പെട്ടെന്ന് തന്നെ അടിയിൽ പിടിച്ച് പോകും. ഇനി മസാലയുടെയൊക്കെ ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ ബീഫൊക്കെ ഒന്ന് ഒരു 7-8 വിസിലടിച്ചിട്ട് ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത് തുറന്ന് നോക്കിയപ്പോൾ അതിൽ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. അത് കുഴപ്പമില്ല. ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് വറ്റിച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ കുറച്ച് വെള്ളം ആയതുകൊണ്ട് തന്നെ ഞാൻ ആ വെള്ളത്തോടെ തന്നെ ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് നല്ല തിക്കായിട്ട് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഈ സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് എരിവ് ഇഷ്ടമില്ലാത്തവർക്ക് ഈ കുരുമുളക് സ്കിപ്പ് ചെയ്യാം. കഴിച്ച സമയത്ത് അങ്ങനെ ഒരുപാട് എരിവുള്ളതായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഈ കുരുമുളകിൻ്റെ എരിവുണ്ടാകുന്ന എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് ചേർത്തുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം. എന്നിട്ടിത് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്നുകൂടെ തിക്കാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ്. അപ്പോൾ നമ്മുടെ ബീഫ് പെപ്പർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.